ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അത് ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ അവിടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന് ആൻഡ് ഫാമിലിയുടെ കൂടെ. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം വെച്ചാൽ അത് ചെയ്യാം. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് മുമ്പേ ആക്സസ് കിട്ടും. മറ്റേ ആൾക്കാരെ കാട്ടിലും ആദ്യം പറഞ്ഞാൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് അതിൻ്റെ ആക്സസ് കിട്ടും. റെഗുലർ ആൾക്കാർക്ക് അതിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ ദിവസം ഞാൻ ഒരു അപ്ലോഡേ ചെയ്യാറുള്ളൂ. പക്ഷെ നിങ്ങൾ മെമ്പറായ ആ വെയിറ്റിംഗ് പീരീഡ് ഇല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് മാത്രമല്ല ബോണസ് റീഡിങ്സ് ഉണ്ടാവും, അത് മെമ്പേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആർക്കും അത് ആക്സസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ അവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ, അതിനെ ക്ലിക്ക് ചെയ്യുക, അവിടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. റീഡിങ്ങിൽ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് ഔട്ട്കം അത് നമ്മൾ എൻഡിലാണ് കാണാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ എൻഡ് വരെ കാണുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് ഇവിടെ നോക്കാം. എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്? നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് എംപറർ, ഏരീസ് എനർജി. നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്താണ്? പേഴ്സണിൻ്റെ എനർജിയാണ് ഡെത്ത്, സ്കോർപിയോ എനർജി. ആൻഡ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കറന്റ് സിറ്റുവേഷൻ ജഡ്ജ്മെന്റ്. അപ്പോൾ ലിയോ, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ സൈഡിൽ ഏരീസ് ആണ്, എംപറർ എനർജിയാണ്. ഇത് സ്ട്രക്ചർഡ് എനർജിയാണ്, ഡിസിപ്ലിൻഡ് എനർജിയാണ്. നിങ്ങൾ മേ ബി ഈ പേഴ്സണിനെ കാട്ടിലും കുറച്ച് ഓൾഡർ ആയിരിക്കാം ഏജ് വൈസ്, ഓർ എൽസ് മേ ബി ഈ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം നിങ്ങൾ ഈ പേഴ്സണെ കുറേ മിസ് ചെയ്യുണ്ടാവും, അതുകൊണ്ടും മേ ബി ആയിരിക്കും ഇവിടെ എംപറർ കാണുന്നത്. പക്ഷെ ഇത് സ്ട്രക്ചർഡ് എനർജിയാണ്, ഡിസിപ്ലിൻഡ് എനർജിയാണ്, ഒരു അതോറിറ്റേറ്റീവ് ഫിഗറുടെ എനർജിയാണ്. ഇത് നിങ്ങളുടെ എനർജി ആവാം, ഓറൽസ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആവാം. ഈ എംപറർ ഇവിടെ എന്തുകൊണ്ടാണ് കാണുന്നത്? അപ്പോൾ ഈ റിലേഷൻഷിപ്പ് കുറെ ഒരു ഇംബാലൻസ് റിലേഷൻഷിപ്പാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു പേഴ്സൺ കുറെ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, വൾണറബിൾ ആവുന്നുണ്ട്, എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ മറ്റേ പേഴ്സന്റെ സൈഡിന് അത്ര എഫേർട്ട് ഇല്ല. ഇപ്പോൾ ഇത് നിങ്ങളായിരിക്കും എഫേർട്ട് ഇടുന്നുണ്ടാവുക, മറ്റേ പേഴ്സന്റെ സൈഡിന് അത്ര എഫേർട്ട് ഉണ്ടാവില്ല. ഓറൽസ് ഓപ്പോസിറ്റ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും എല്ലാം എഫേർട്ട് ഇടുന്നുണ്ടാവുക, നിങ്ങളുടെ സൈഡിന് അത്ര എഫേർട്ട് ഇല്ല, അങ്ങനെയും ആവാം. പക്ഷെ അതുകൊണ്ട് ഇവിടെ കുറെ സ്ട്രെസ് ഉണ്ട്, നിങ്ങളെ കുറെ നെർവസ് ആണ്, സ്ട്രെസ്ഡ് ആണ്, ശരിക്കും ഓർക്കില്ല രാത്രി. എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും ഇംബാലൻസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ കുറെ വറി ചെയ്യണു, എന്തുകൊണ്ടാണ് ഈ ഇംബാലൻസ് ഉണ്ടാവണത്, എന്തുകൊണ്ടാണ് ഇത് ശരിയാവാത്തത്, അങ്ങനെയൊക്കെ തോട്ട്സ് ഉണ്ടാവും മനസ്സിൽ. ഈ പേഴ്സന്റെ എനർജിയിൽ ഡെത്ത് ആണ്, ഇതൊരു എൻഡിങ്ങിന്റെ എനർജിയാണ്, ഒരു ട്രാൻസ്ഫോർമേഷന്റെ എനർജിയാണ്. അപ്പൊ ഈ ഡെത്ത് ഇവിടെ എന്തുകൊണ്ടാണ് കാണുന്നത്? എംപ്രസ്, ആൻഡ് 6 of Wands. അപ്പൊ ഇവിടെ ഞാനൊരു മാരിഡ് കപ്പിളാണ് കാണുന്നത്. എംപ്രസ് ആൻഡ് എംപറർ ഒരു ഡിവൈൻ പെയർ ആണ്. മാരിഡ് അല്ലാച്ചാലും നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. പക്ഷെ ഇവിടെ എന്തോ ഒരു എൻഡിങ് ഉണ്ട്, ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഈ പേഴ്സന്റെ എനർജിയിൽ. മേ ബി ഈ പേഴ്സൺ അവർക്ക് മേ ബി കരിയർ വൈസ് അവർക്ക് എന്തെങ്കിലും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവും, ഓറൽസ് അവർക്കൊരു
കരിയറിൽ പ്രോഗ്രസ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവും, ട്രാവൽ ചെയ്യാൻ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടും മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഇംബാലൻസ് ഉണ്ട്, ഒരു സെപ്പറേഷൻ മാതിരി ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ജഡ്ജ്മെന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ ടൈമാണ്. നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയാ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടേന്നാണ് ആ ഡിസിഷനിലാണ് ഇരിക്കണത്. ഈ ജഡ്ജ്മെന്റ് എന്താണ്? മൂൺ. അപ്പൊ കുറെ ഇമോഷൻസ് ഉണ്ട് ഇവിടെ, കുറെ ഫീലിങ്സ് ഉണ്ട്, കുറെ അൺസ്പോക്കൺ വേർഡ്സ് ഉണ്ട്, കുറെ എക്സ്പ്രസ് ചെയ്യാത്ത കാര്യങ്ങളും ഉണ്ട്. ഈ ജഡ്ജ്മെന്റ് ആൻഡ് മൂൺ എന്താണ് ഇവിടെ? ക്യാൻസർ എനർജി. കുറെ ബാഗേജും ഉണ്ട് പാസ്റ്റിന്റെ. അപ്പോൾ നിങ്ങൾ രണ്ടാളും കുറെ സമയമായിട്ട് ഒരുമിച്ച് ഉണ്ടച്ചാ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടച്ചാ കുറെ അതിന്റെ പാസ്റ്റ് ബാഗേജും ഉണ്ട്. എന്തായാലും ഈ പേഴ്സന്റെ സൈഡിൽ ഞാൻ കാണുന്നത് അവരുടെ ലൈഫിൽ കുറെ അബണ്ടൻസ് ഉണ്ട്, കുറെ ഗ്രോത്ത് ഉണ്ട്. ചിലവര് അവർ പ്രഗ്നന്റ് ആയിരിക്കും. അതും അവരുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ആണ് കൊണ്ടുവരണത്. പക്ഷെ എന്തോ ഡെഫിനറ്റ്ലി ഒരു സ്ട്രെസ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ എന്താണ് നിങ്ങളുടെ സൈഡിലെ ബ്ലോക്ക് ഈ റിലേഷൻഷിപ്പിൽ? നിങ്ങളുടെ സൈഡിലെ ബ്ലോക്ക് പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ പേജ് ഓഫ് പെന്റിക്കിൾസ് എന്തുകൊണ്ടാണ് ബ്ലോക്ക് ആയിട്ട് കാണുന്നത്? ഈ പേഴ്സന്റെ സൈഡിൽ എന്താണ് ബ്ലോക്ക്? ഈ കിങ് ഓഫ് പെന്റിക്കിൾസ് എന്താണ്? അപ്പോ നിങ്ങളുടെ സൈഡിൽ ഞാൻ ബ്ലോക്ക് കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ മേ ബി കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് റെഡി അല്ല. നിങ്ങൾ മാരീഡ് അല്ല വെച്ചാൽ മേ ബി ഇവിടെ കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ആയിരിക്കും. അതല്ല വെച്ചാൽ മേ ബി ഈ പേഴ്സൺ പ്രഗ്നന്റ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ റെഡി അല്ല ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട്. മേ ബി അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആയിരിക്കാം. അതും അല്ല വെച്ചാൽ മേ ബി ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് വേണ്ട എന്നുണ്ടാവും. ഇതൊരു കാഷ്വൽ റിലേഷൻഷിപ്പും ആവാം. മേ ബി നിങ്ങൾ രണ്ടാളും ഒരു അങ്ങനെ സീരിയസ് ആയിട്ടല്ല മീറ്റ് ചെയ്ത്, പക്ഷെ ഇതിപ്പോ സീരിയസ് റിലേഷൻഷിപ്പിലേക്കാണ് കൺവേർട്ട് ആവുന്നത്. നിങ്ങളുടെ ഈ പേഴ്സന്റെ സൈഡിൽ ഞാൻ കാണുന്നത് ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പൊ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പൊ ഈ പേഴ്സൺ മേ ബി വേറെ പേഴ്സന്റെ കൂടെ മാരീഡ് ആയിരിക്കാം. അതുമാണ് ഇവിടെ ഒരു ബ്ലോക്കേജ്. എന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ സൈഡിൽ ഏറ്റവും വലിയ ബ്ലോക്ക് എന്താ വെച്ചാൽ അവർക്ക് കുട്ടികളുണ്ട്, അവർ വേറെ ആരുടെയോ കൂടെ മാരീഡ് ആണ്. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ സൈഡിൽ ബ്ലോക്കേജ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാഷ്വൽ ആയിട്ട് തന്നെ വെക്കണം എന്നുണ്ടാവും, ഒരു സീരിയസ് റിലേഷൻഷിപ്പ് വേണ്ടെന്നുണ്ടാവും. മേ ബി നിങ്ങൾ ഷുവർ അല്ല. അപ്പോ നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോൾ ഫീലിങ്സ്? നിങ്ങൾ രണ്ടാളും മേ ബി ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു, ഓർ എൽസ് ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. ഈ പേഴ്സന്റെ മനസ്സിൽ ഇവർ ഒബ്സെസ്ഡ് ആണ്. നിങ്ങളെ അവർക്ക് മറക്കാൻ പറ്റില്ല. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. കുറെ ഒരു ഒബ്സെസീവ് ടെൻഡൻസി ഉണ്ട് ഈ പേഴ്സന്റെ. അവർക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂടെ ഒരു ന്യൂ ലൈഫ് തുടങ്ങണം എന്നുണ്ട്. ആൻഡ് കുറെ ഒരു ഇമ്പൾസീവ് നേച്ചറുള്ള പേഴ്സണുമാണ് ഇത്. അപ്പൊ ഈ പേഴ്സൺ കുറെ ഇമ്പൾസീവായി ചിലപ്പോൾ ഡെസിഷൻസും എടുക്കും. നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ ഒരു സ്റ്റേബിലിറ്റിയുടെ ഡയറക്ഷനിലേക്ക് പോകണം എന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാൽ അതിനെ ക്ലിയർ ഔട്ട് ചെയ്യണം എന്നുണ്ട്, റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. അപ്പൊ ഈ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാ ഫ്യൂച്ചറിലേക്ക് പോവാ? ഫ്യൂച്ചറിൽ 5 ഓഫ് കപ്സ് ആണ് ഞാൻ കാണുന്നത്. ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, ഒരു മിസ്സിംഗ് എനർജി. 8 ഓഫ് കപ്സ്. ഇവിടെ ആരോ ഈ റിലേഷൻഷിപ്പിനെ വിട്ടിട്ടാണ് പോണത്. ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ട്, പക്ഷെ ഫോർവേഡ് മൂവ്മെന്റും ഉണ്ട്. 8 ഓഫ് വാൻസ്. ഈ 8 ഓഫ് വാൻസ് എന്താണ്? 10 ഓഫ് കപ്സ്. അപ്പൊ ഇവിടെ ഒരു വാക്കിംഗ് അവേന്റെ ഒരു സെപ്പറേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഇവിടെ റീകൺസിലിയേഷന്റെ ഹൈ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തായിരിക്കും ആക്ഷൻ? ലിയോ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ആക്ഷൻ 9 ഓഫ് വാൻസ് ആണ്. നിങ്ങൾ ഇപ്പോഴും കുറച്ചൊരു പേടിച്ചിട്ടാണ്. പിന്നെ ഫ്യൂച്ചറിലും നിങ്ങൾ കുറച്ചൊരു അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പേടിയുണ്ട് ആക്ഷൻ എടുക്കാൻ. ഈ പേഴ്സന്റെ സൈഡ് പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കും, പക്ഷെ അതിന് സമയം എടുക്കും. കുറച്ചൊരു ഹെസിറ്റൻസി ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. പക്ഷെ അത്
സമയമാവും തോറും അത് കുറയും. ഈ പേഴ്സന്റെ സൈഡിന് ആക്ഷൻ, ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോകില്ല. അവർ ഹീലിംഗ് മോഡിലാണ്. അവര് ഈ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. എവിടെയോ അവർക്ക് അവരുടെ എക്സ്പെക്ടേഷൻ എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ ഇവരെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെയാണ് അവരുടെ എക്സ്പെക്ടേഷൻ. അപ്പോൾ അവർ വാണിച്ചിട്ട് അവരുടെ ഫീലിങ്സിനെ ഇഗ്നോർ ചെയ്യണോ, അവോയ്ഡ് ചെയ്യണോ. അവർ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇത് എക്സ്പെക്ട് ആണ് ചെയ്യണത്, നിങ്ങൾ ആക്ഷൻ എടുക്കുമെന്ന്. അപ്പൊ ഇവരുടെ സൈഡിന് ഒരു ആക്ഷനും ഉണ്ടാവില്ല. ആക്ഷൻ എടുക്കണം വെച്ചാൽ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ എന്താണ് ഇവിടെ ഫൈനൽ ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ? ഏസ് ഓഫ് കപ്സ്. അപ്പൊ ഇവിടെ ഒരു റിന്യൂവൽ ഞാൻ കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ബാലൻസ് ഉണ്ട്, ജസ്റ്റിസ്, ബാലൻസിന്റെ എനർജിയാണ്, മാരേജിന്റെ എനർജിയും കൂടിയാണ്. ആൻഡ് ഇവിടെ കുറെ ലവ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവും. ഇവിടെ കുറെ ലവ് ഉണ്ട്. തേർഡ് പാർട്ടി ഉണ്ട് വെച്ചാൽ ആ സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാവില്ല. പിന്നെ ഫ്യൂച്ചറിൽ അറ്റ്ലീസ്റ്റ് ഞാൻ അത് കാണില്ല തേർഡ് പാർട്ടി ഇവിടെ. അപ്പോ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലിയോ? ന്യൂ ലവ്. ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റേർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. അപ്പൊ ലിയോ നിങ്ങളുടെ ലൈഫിൽ ഒരു വേറെ പേഴ്സണും ഉണ്ടാവും. മേ ബി തേർഡ് പാർട്ടി നിങ്ങളുടെ സൈഡിലും ആവാം. ട്രൂ ലവ്, ദിസ് ഇസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. അപ്പൊ ഇത് നിങ്ങളുടെ ട്രൂ ലവ് ആണെന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. മേക്ക് ദ എഫേർട്ട്. ഗ്രേറ്റ് ലവ് ഇസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. അപ്പൊ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കും എഫേർട്ട് എടുക്കാനാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട്, റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതൊരു പുതിയ ലവും ആവാം. ഓക്കെ, മേ ബി നിങ്ങൾ മുമ്പേ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷെ ഇത് ഒരു റിലേഷൻഷിപ്പ് വെച്ചാൽ ഇതൊരു പുതിയ ലവ് തന്നെയാണ്. അതും അങ്ങനെയും ആയിരിക്കാം. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേഴ്സണലായി റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്കിംഗ്സ് അവൈലബിൾ ആണ്. എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം വെച്ചാലും അത് അവൈലബിൾ ആണ്. മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. അത് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.